പാർട്ടിൽ ഫസ്റ്റ് വൺ അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വേണം നോക്കാൻ. So first objective is achievement of satisfactory performance of structures during their intended life. നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് 50 ഇയേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ ഈ 50 ഇയേഴ്സും ഈ സ്ട്രക്ചർ അതുപോലെ തന്നെ നിൽക്കണമെങ്കിൽ ആ സ്ട്രെങ്ത് ഒക്കെ നിൽക്കുന്ന രീതിയിൽ വേണം. ഓക്കെ, അതായത് നല്ലോണം ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ വേണം വി ഹാവ് ടു ഡിസൈൻ. സോ ദറ്റ് ഈസ് അവർ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഇസ് അപ്രോപ്രിയേറ്റ് ഡിഗ്രി ഓഫ് സേഫ്റ്റി. ഓക്കെ, ദ സ്ട്രക്ചർ ഷുഡ് ബി സേഫ്. അതായത് ലോഡ് അല്ലേ, സ്ട്രക്ചറിൽ ലോഡ്സ് ഉണ്ടാകും, ഡീഫോർമേഷൻസ് ഉണ്ടാകും. സോ ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സേഫ്. അതുപോലെ തന്നെ അതിലുള്ള ഒക്യുപ്പൻസിനും ഓക്കെ, സ്ട്രക്ചർ പെട്ടെന്ന് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ദ ഒക്യുപ്പൻസ് ഇൻസൈഡ് ദാറ്റ്. ഓക്കെ, അഗെയിൻ അഡിക്വേറ്റ് ഡ്യൂറബിലിറ്റി, ഡ്യൂറബിൾ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് അഡിക്വേറ്റ് റെസിസ്റ്റൻസ്, ഫയർ റെസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കുന്ന ബിൽഡിങ്സ് ആയിരിക്കണം. Okay, so these are the main objectives of design. Again, there are different design philosophies. അതായത് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ 3 മെയിൻ ഡിസൈൻ ഫിലോസഫീസ് ആണുള്ളത്. വൺ ഈസ് വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ, ദെൻ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. ഓക്കെ, സോ വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ അത് ഏറ്റവും ട്രഡീഷണലായിട്ട് ഉള്ളൊരു ഡിസൈനാണ് വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ. ഓക്കെ, അഗെയിൻ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ഇസ് എ മച്ച് അപ്ഡേറ്റഡ് വേർഷൻ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ കൺസ്ട്രക്ഷൻസിൽ മിക്കതിലും ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ ഇസ്. സോ വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ അല്ലെങ്കിൽ അതിനെ മോഡുലാർ റേഷ്യോ മെത്തേഡ് എന്ന് പറയും. സോ ഇറ്റ് അസ്യൂംസ് ദാറ്റ് both steel and concrete act together and are perfectly elastic at all stages. അപ്പോൾ നമുക്കറിയാം, അതായത് സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ഓക്കെ, സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഇങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, സോ സ്റ്റീലിൻ്റെ ആണെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ആൻഡ് കോൺക്രീറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഇങ്ങനെ പാരബോളിക്. ഓക്കെ, പക്ഷേ ഈ വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ വി ആർ മേക്കിംഗ് അസംഷൻ. നമ്മളിപ്പോൾ ഏതൊരു ഡിസൈൻ എടുത്താലും അല്ലെങ്കിൽ അനാലിസിസ് ആണെങ്കിലും വി മേക്ക് സർട്ടൺ അസംഷൻസ് അല്ലേ. ആ അസംഷൻസിൻ്റെ ബേസിലാണ് വി ആർ ഡിസൈനിങ്. അപ്പോൾ നമ്മൾ മേക്ക് ചെയ്യുന്ന അസംഷൻസ് റൈറ്റ് ആണെങ്കിൽ മാത്രമേ ഫൈനലി നമുക്ക് ഔട്ട്പുട്ടും റൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അഗെയിൻ ഇൻ വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ വി ആർ അസ്യൂമിങ് ദേ ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അറ്റ് ഓൾ സ്റ്റേജസ്. ഓക്കെ, അതായത് എല്ലാ സ്റ്റേജിലും ഇലാസ്റ്റിക് ആണ്. അതായത് നമുക്കറിയാം ഇലാസ്റ്റിക് ലിമിറ്റ് ഏതായിരുന്നു, ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ദിസ് ഇസ് ദി ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ എടുക്കുന്നത്. അതുപോലെ കോൺക്രീറ്റിൻ്റെയും ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ എടുക്കുന്നത്. അതായത് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുകയാണ്. ഓക്കെ, എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇപ്പോൾ ഒരു സ്റ്റീലാണെങ്കിൽ അതിനൊരു ഇലാസ്റ്റിക് വരെ ആക്ട് ചെയ്യുള്ള ആ ഒരു ലോഡാണ് എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ അസ്യൂം ദാറ്റ് ദേ ആക്ട് ടുഗെദർ, രണ്ടും ഒരുമിച്ച് ആക്ട് ചെയ്യുന്നൊരു അസംഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഹെൻസ് മോഡുലാർ റേഷ്യോ ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദി സ്ട്രെസ്സസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡുലാർ റേഷ്യോ ആണ്. അതായത് രണ്ടും ഒരേപോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ES ആൻഡ് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ഈസ് EC. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ മോഡുലാർ റേഷ്യോ. സോ വാട്ട് ഈസ് മോഡുലാർ റേഷ്യോ? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഈ ഒരു മോഡുലാർ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെസ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ആ ഒരു മെറ്റീരിയലിൽ ആ ഒരു മെമ്പറിൽ എത്രത്തോളം സ്ട്രെസ്സ് വരും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് മോഡുലാർ റേഷ്യോ വെച്ചിട്ടാണ്. ഓക്കെ, സോ the permissible stresses are obtained by applying specific factors of safety. അത് മാത്രമല്ല, we are applying a factor of safety. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യുന്നത് 3 ആണ്. ഓക്കെ, ഫോർ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീലിന് 1.8. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന്, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട്, കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്കറിയാം. ഓക്കെ, അഗെയിൻ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കറക്റ്റ് സ്ട്രെങ്ത്തിന് വെച്ചിട്ടാണോ ഡിസൈൻ ചെയ്യുന്നത്? നോ, നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഓക്കെ അതിൽ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കും. ഓക്കെ, അതായത് ഒരു 3 എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കോൺക്രീറ്റിന്. ഓക്കെ, സോ വി ആർ പ്രൊവൈഡിങ് ദറ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതായത് ഒരു സേഫ് സൈഡിൽ നിൽക്കാനായിട്ട്
ഓക്കെ, നമ്മൾ കുറച്ച്, അതായത് സ്ട്രെങ്ത് കുറച്ച് കാണിക്കും ആക്ച്വൽ സ്ട്രെങ്ത്തിനേക്കാളും. ഓക്കെ, അതായത് അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് എന്തായിരിക്കും? ദറ്റ് ഈസ് ദ ഈൽഡ് സ്ട്രെസ്. നമുക്കറിയാം സ്റ്റീലിൻ്റെ കേസിലാണെങ്കിൽ ഈൽഡ് സ്ട്രെസ്. ഓക്കെ, ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതായത് ഇപ്പോൾ ശരിക്കും ഒരു സ്റ്റീലിൻ്റെ സ്ട്രെങ്ത് 450 സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റീൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ വർക്കിംഗ് സ്ട്രെസ് എത്രയായിട്ട് വരും? സ്റ്റീലിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? 1.8. അപ്പോൾ ഈ 450 ഡിവൈഡഡ് ബൈ 1.8. ഓക്കെ, നമ്മളപ്പോൾ എത്രയിനാണ് ഡിസൈൻ ചെയ്യുന്നത്? 250ക്ക്. ഓക്കെ, സോ 250ക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് കുറച്ചിട്ടാണ്, അതായത് ശരിക്കും ഇപ്പോൾ 450 സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ 250യെ എടുക്കുന്നുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇൻകം ഒക്കെ കുറച്ച് കാണിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻകം സാലറി ഒക്കെ കുറച്ച് കാണിക്കുന്നത് പോലെ തന്നെ വി ആർ ഡൂയിങ് വർക്കിംഗ് സ്ട്രെസ്സിൽ സ്ട്രെസ്സ് കുറച്ചിട്ട് ഈ ഒരു സ്ട്രെസ്സിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് വർക്കിംഗ് സ്ട്രെസ്. അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ ഈ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഓക്കെ, 3 ടൈംസ് അല്ലെങ്കിൽ 1.8 ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര സേഫ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. അപ്പോൾ അത് ഓക്കെ, അപ്പോൾ സേഫ് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ് അപ്പോൾ കുറയുകയാണ് അല്ലേ, 250 അങ്ങനെ സ്ട്രെസ്സ് കുറയുകയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രെസ്സ് കുറച്ച് ഡിസൈൻ ചെയ്യണമെങ്കിൽ വി നോ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സ് കുറക്കുക എന്ന് വെച്ചാൽ എന്താ? വി ഷുഡ് ഇൻക്രീസ് ദ ഏരിയ. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ബീമിൻ്റെ സൈസോ അല്ലെങ്കിൽ കോളത്തിൻ്റെ സൈസോ കൂട്ടി ഡിസൈൻ ചെയ്യും, ഏരിയ കൂടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിലുള്ള മെറ്റീരിയൽസ് വളരെ തിക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കോളത്തിൻ്റെയൊക്കെ സൈസ് ഭയങ്കര വലുതായിരിക്കും, അല്ലെങ്കിൽ ബീമിൻ്റെ സൈസൊക്കെ ഭയങ്കര വലുതായിരിക്കും ഫോർ ഈ വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചേഴ്സിന്. സോ ഇതിൽ അസംഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ പ്ലെയിൻ സെക്ഷൻസ് ബിഫോർ ബെൻഡിങ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ഓക്കെ, plane after bending. Then all tensile stresses are taken by reinforcement and none by concrete. Concrete compression steel tension മാത്രമേ എടുക്കുള്ളൂ എന്ന രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. Then stress strain relationship is a straight line അല്ലേ, അതായത് സ്റ്റീലിൻ്റെത് നമുക്കറിയാം എങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരുന്നതെന്ന്. പക്ഷേ വർക്കിംഗ് ഡിസൈനിൽ വി ആർ ഓൺലി ടേക്കിംഗ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എന്ന് വെച്ചാൽ എന്താ? സ്ട്രെസ് സ്ട്രെയിൻ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പോർഷൻ വരെ എടുക്കുന്നുള്ളൂ. Again, modular ratio. Modular ratioയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. സോ ദിസ് ഇസ് ദ വാല്യൂ ഫോർ മോഡുലാർ റേഷ്യോ. ഓക്കെ, വേർ സിഗ്മ CBC എന്ന് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെസ്സാണ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് വരെ എടുക്കുന്നുള്ളൂ, ലൈക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ. അഗെയിൻ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ മെത്തേഡ് ഓൺലി ഡീൽസ് വിത്ത് ഇലാസ്റ്റിക് ബിഹേവിയർ. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ എടുക്കുന്നുള്ളൂ അല്ലേ, അതായത് അതിൻ്റെ പ്ലാസ്റ്റിക് റേഞ്ച് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് നമുക്കറിയാം സ്റ്റീലിൻ്റെ ആക്ച്വൽ സ്ട്രെങ്ത് 450, ഒരു 450 സ്റ്റീൽ ആണെങ്കിൽ 450 ആണ്, പക്ഷേ വി ആർ എക്സ്പ്ലോറിങ് ഓൺലി അപ് ടു 250. ഓക്കെ, നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് അതിൻ്റെ സ്ട്രെങ്തിന്. ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ട്രൂ ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മളിപ്പോൾ 1.8 എന്നൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് ദി ട്രൂ ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ലേ, അത് ഒത്തിരി ഭയങ്കര സേഫ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് ദി ട്രൂ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ലാർജർ പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ സ്റ്റീൽ, നമ്മൾ ലാർജർ സ്റ്റീൽ ഏരിയയും അതുപോലെ ലാർജർ കോൺക്രീറ്റ് ഏരിയയും കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി എ അൺഎക്കണോമിക് ഡിസൈൻ അല്ലേ. സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുറവ് സ്ട്രെസ്സിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ വി ഷുഡ് പ്രൊവൈഡ് ഹ്യൂജ് എലമെൻറ്റ്സ്, ഹ്യൂജ് മെമ്പേഴ്സ്. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എൻ അൺഎക്കണോമിക് ഡിസൈൻ. അഗെയിൻ നമ്മൾ പറഞ്ഞു മോഡുലാർ റേഷ്യോ വെച്ചിട്ടാണ് സ്ട്രെസ്സ് കണ്ടുപിടിക്കുന്നത്. മോഡുലാർ റേഷ്യോ എന്തായിരുന്നു? ES/EC, റൈറ്റ്. അപ്പോൾ ES എപ്പോഴും സെയിം ആയിരിക്കും. യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് 2 × 10⁵ Nm². സോ ഇത് എപ്പോഴും സെയിം ആയിരിക്കും, കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. പക്ഷേ EC യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ഈസ് വാട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 5000√fck. ഓക്കെ, അപ്പോൾ ഈ അപ്പോൾ ഇത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ സ്ട്രെങ്ത് നമുക്കറിയാം, സ്ട്രെങ്ത് ഇസ് ഡിറ്റർമൈൻ ഒത്തിരി ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, അതായത് ഏജിന്, അതുപോലെ ക്രീപ്പ്, ഷ്രിങ്കേജ്, ഓക്കെ, ഇതൊക്കെ കാരണം സ്ട്രെങ്ത് എന്ത് പറ്റും? കുറയാം.
ഓക്കെ, സ്ക്രീപ്പും ഷ്രിങ്കേജൊക്കെ കാരണം. സോ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യുന്നത്, പക്ഷേ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്ത് വാട്ട് ഹാപ്പൻസ്, ദിസ് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ഇസ് വേരിയിങ്. ഇപ്പോൾ വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു കോൺസ്റ്റൻറ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നമ്മൾ വിചാരിക്കാത്ത പ്രെഡിക്റ്റ് ചെയ്യാത്ത ബിഹേവിയർ ചിലപ്പോൾ ഉണ്ടാകും. കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നത് മോഡുലാർ റേഷ്യോ വെച്ചിട്ടാണ് സ്ട്രെസ് എടുക്കുന്നത്, പക്ഷേ മോഡുലാർ റേഷ്യോ എന്നൊരു വാല്യൂ വേരി ചെയ്തുകൊണ്ടിരുന്നാൽ ദാറ്റ് വിൽ ഇൻ ടേൺ അഫക്ട് ദി ഡിസൈൻ ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, സോ അതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. സോ നെക്സ്റ്റ് മെത്തേഡ്, അപ്പോൾ നമുക്കറിയാം വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമുക്ക് ലാർജർ സ്ട്രക്ചറാണ് കിട്ടുന്നത്, അതായത് ഒത്തിരി സൈസുള്ള സ്ട്രക്ചർ ആയിരിക്കും ഡിസൈൻ ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് 200x200 കോളം ആണെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ 2 times വലുതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. അപ്പോൾ ദാറ്റ് വിൽ ബി അൺഎക്കണോമിക്. അതുകൊണ്ട് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ എന്ന് പറയാൻ നേരത്ത് വി ആർ എക്സ്പ്ലോറിംഗ് ദി പ്ലാസ്റ്റിക് റീജിയൻ ടു. ഓക്കെ, അതായത് സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ പ്ലാസ്റ്റിക് റീജിയനും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഡിസൈനാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ. So in this design, the strength of RC section at working load is estimated from ultimate strength of the section. നമുക്കറിയാം ഇങ്ങനെയാണെങ്കിൽ ഇതാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ലോഡ് എടുക്കുന്നത്. ഓക്കെ, സോ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആൻഡ് വി ആർ അപ്ലൈയിങ് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, സോ ഫാക്ടർ ഓഫ് സേഫ്റ്റിയും സേഫ്റ്റി ഫാക്ടേഴ്സും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ, എപ്പോഴും നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റീലായിരിക്കണം ആദ്യം ഫെയിൽ ചെയ്യേണ്ടത്, ഏതൊരു സ്ട്രക്ചറിനാണെങ്കിലും. ഓക്കെ, നമ്മൾ കോൺക്രീറ്റും സ്റ്റീലും ഉണ്ട്, കാരണം കോൺക്രീറ്റിൻ്റെ ഫെയിലിയർ ബ്രിറ്റിൽ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ കോൺക്രീറ്റ് ആണ് ആദ്യമേ ഫെയിൽ ആകുന്നതെങ്കിൽ അത് സഡൻ ഫെയിലിയർ ആയിരിക്കും, നമുക്ക് വാർണിങ്സ് ഒന്നും തരില്ല. ഓക്കെ, പക്ഷേ സ്റ്റീലാണ് ആദ്യമേ ഈൽഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഫെയിൽ ചെയ്യുന്നതെങ്കിൽ എന്താ, ദർ വിൽ ബി സഫിഷ്യൻറ്റ് വാർണിങ്സ്. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കോൺക്രീറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കോൺക്രീറ്റിൻ്റെ ഡിസൈൻ മിക്സിന് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് എന്തായിരിക്കും, ആദ്യം സ്റ്റീലായിരിക്കും ഈൽഡ് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ഇസ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. അപ്പോൾ ഇതാണ് അൾട്ടിമേറ്റ്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈനിൽ നമ്മൾ അൾട്ടിമേറ്റ്, അതായത് പ്ലാസ്റ്റിക് റീജിയൻ, ഓക്കെ, അതായത് വി ആർ ഡിസൈനിങ് ഫോർ എ ഹയർ വർക്കിംഗ് ലോഡ്, വർക്കിംഗ് ലോഡിന് വേണ്ടി, ഹയർ സ്ട്രെസ്സിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ഏരിയ എങ്ങനെയായിരിക്കും വരുന്നത്, ഏരിയ വിൽ ബി കമ്പാരിറ്റീവ്ലി ലോവർ. ഓക്കെ, ലെസ്സർ ഏരിയ ആയിരിക്കും കമ്പയർഡ് ടു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ വെച്ച് ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് കമ്പാരിറ്റീവ്ലി ലെസ്സർ ഏരിയ ആയിരിക്കും, അതായത് തിൻ സെക്ഷൻസ് ആയിരിക്കും. ഓക്കെ, തിന്നർ ആയിരിക്കും കുറച്ചും കൂടെ വെൻ കമ്പയർഡ് ടു വർക്കിംഗ് സ്ട്രെസ്. സോ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് ആ ഒരു സർവീസ് പീരീഡ്, ഇപ്പോൾ 50 yearsലാണ് നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു 50 yearsന് മുന്നേ തന്നെ എന്ത് പറ്റും, ആ ഒരു സ്ട്രക്ചർ ഫെയിൽ ആകും. കാരണം ഫുൾ ക്രാക്സ് വന്നു, ഓക്കെ, അങ്ങനെ അൺയൂസബിൾ ആയിട്ട് പോകും, കാരണം തിൻ സെക്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈനും വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ കൂടുതലായിട്ട് ഒരു അപ്ഡേറ്റഡ് ആയിട്ട്, ഓക്കെ, അതായത് ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ സ്ട്രെങ്ത്തും വേണം, അതുപോലെ തന്നെ സർവീസബിളും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ഇപ്പോൾ വി ആർ ഫോളോയിങ് നൗ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൽ സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും, ഓക്കെ, രണ്ട് ക്രൈറ്റീരിയ, സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും ക്രൈറ്റീരിയയും, അതുപോലെ തന്നെ ഈ ഡിഫ്ലക്ഷൻ സർവീസിബിലിറ്റി ക്രൈറ്റീരിയാസും സേഫ് ആകുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. Okay, so there are two limits. One is limit state of collapse, other is limit state of serviceability. അപ്പോൾ limit state of collapse എന്ന് വെച്ചാൽ ഈ ഒരു ലിമിറ്റ് സ്റ്റേറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ that structural member will fail. അപ്പോൾ ഈ ഒരു ലിമിറ്റ് സ്റ്റേറ്റിൽ ഒരിക്കലും എത്തരുത്, ഈ ഒരു ലിമിറ്റ് സ്റ്റേറ്റിനേക്കാളും ചെറുതായിരിക്കണം നമുക്ക്. ഓക്കെ, അതാണ് അക്സെപ്റ്റബിൾ ലിമിറ്റ്. സോ വാല്യൂ ഷുഡ് ബി ഓൾവേസ് ലെസ്സർ ദാൻ ദിസ് ലിമിറ്റ് സ്റ്റേറ്റ്. അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത് തന്നെ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഓർ സ്ട്രെങ്ത്. സോ ദാറ്റ് ഡീൽസ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, അഗെയിൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി എന്ന് വെച്ചാൽ ഡിഫ്ലക്ഷൻ, ക്രാക്കിംഗ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. അപ്പോൾ രണ്ട് ക്രൈറ്റീരിയസും ഇവിടെ ഫുൾഫിൽ ആകുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ലോഡ് എത്തിക്കണം. ഈ ലോഡ് എന്ന് വെച്ചാൽ വേരി ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ, അതായത് ഒരു ദിവസം ചിലപ്പോൾ 20 kg ഉണ്ടാവുകയുള്ളൂ, വേറൊരു ദിവസം 40 kg ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ദിവസം 60 kg. സോ ദിസ് ഈസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. അതായത് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി വരെ വി ഹാവ് ടു ട്രാൻസ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, വേരിയിങ് ലോഡാണ്, 60, 20 അങ്ങനെ വേരിയിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എത്തിക്കേണ്ടത്. സോ അതിനെ ഇപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് മോഡ് ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു എലിഫൻറ്റിനെയാണ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. എലിഫൻറ്റിനെ ചൂസ് ചെയ്യാം, ഡോങ്കിയെ ചൂസ് ചെയ്യാം, ഹോഴ്സിനെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എലിഫൻറ്റിനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, എലിഫൻറ്റിന് ഞാൻ ആദ്യം ഒരു 20 kg കൊടുത്തു. ഓക്കെ, സോ അപ്പോൾ എലിഫൻറ്റിന് ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ വെറും ഒരു 20 കിലോഗ്രാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മളൊരു എലിഫൻറ്റിനെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. അപ്പോൾ അങ്ങനെ എലിഫൻറ്റിനെ യൂസ് ചെയ്യാൻ നേരത്തെ അത് നമുക്ക് എന്തായിരിക്കും? അൺഎക്കണോമിക് ആയിരിക്കും, നമുക്ക് ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ എത്താൻ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാര്യം വേണം ഈ ചെറിയൊരു ലോഡ് എടുക്കാൻ? വേണ്ട. ഓക്കെ, സോ അതാണ് വർക്കിംഗ് സ്ട്രെസ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വർക്കിംഗ് സ്ട്രെസ് ഡിസൈനിൽ നമ്മൾ ഈവൻ ചെറിയ ലോഡ് എടുക്കാൻ പോലും വലിയ മെമ്പേഴ്സാണ് കൊടുക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂട്ടിയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അൺഎക്കണോമിക് ഡിസൈൻ ആയിരിക്കും, വലിയ ഹ്യൂജ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും വരുന്നത്, ഹ്യൂജ് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് അൺഎക്കണോമിക് ആയിരിക്കും. ഓക്കെ, അതേ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഡോങ്കിയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡോങ്കിയെ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് നമുക്ക് ലോഡ് ട്രാൻസ്പോർട്ട് ചെയ്യണം. സോ ഡോങ്കിക്ക് ഓക്കെ 20 kg ഓക്കെയാണ് ഡോങ്കി ട്രാൻസ്പോർട്ട് ചെയ്യും. ഞാനൊരു 100 kg കൊടുക്കുകയാണ്. സോ 100 kg കൊടുത്തപ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻ ടു ദ ഡോങ്കി ഓക്കെ, ഡെയിലി ഇപ്പോൾ 100 kg 80 kg അങ്ങനെ വരാൻ നേരത്ത് ഡോങ്കി ഗെറ്റ് അൾട്ടിമേറ്റ്ലി ടയേർഡായി. ഓക്കെ, അതിന് ദേ വിൽ ഫോൾ ഇൽ അല്ലേ. അപ്പോൾ അതാണ് സ്ലെൻഡർ സെക്ഷൻ കൊടുത്താലുള്ള പ്രശ്നം. എന്താ? ദറ്റ് ഈസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഡിസൈൻ. നമ്മളിപ്പോൾ സ്ലെൻഡർ സെക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ, അതായത് സൈസ് കുറവുള്ള സെക്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് കനോട്ട്, അതായത് ആ ഒരു 50 years ചിലപ്പോൾ അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല ആ ബിൽഡിങ്ങിന്. അതിന് മുന്നേ ക്രാക്സും ഡിഫ്ലക്ഷനും വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, സോ അതാണ് സെക്കൻഡ് പറഞ്ഞത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് എന്തായാലും വേണം അല്ലേ, രണ്ടും. അതായത് സർവീസിബിളും ആയിരിക്കണം, അതുപോലെ തന്നെ എല്ലാ സ്ട്രെങ്ത്തും എടുക്കുമ്പോൾ ഒരു എക്കണോമിക് അവിടെ ഉണ്ടായിരിക്കണം, നമുക്ക് ലോസ് ഉണ്ടാകരുത്, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ഓക്കെ, സോ ഫോർ ദാറ്റ് നമുക്കിപ്പോൾ ഹോഴ്സിനെ ചൂസ് ചെയ്യാം. ഹോഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ഏത് ലോഡാണെങ്കിലും ഹോഴ്സിന് കുഴപ്പമില്ല, നമുക്കത് എക്കണോമിക്കും ആയിരിക്കും. അതുപോലെ തന്നെ ഹോഴ്സ് പെട്ടെന്ന് ടയേർഡ് ആവുകയും അങ്ങനെയൊന്നുമില്ല, സർവീസബിൾ ആയിരിക്കും. ഓക്കെ, സോ സിമിലർ കാര്യമാണ് ഇവിടെയും. ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ വി ക്യാൻ പ്രൊവൈഡ് എനി വർക്കിംഗ് ലോഡിൽ അത് എപ്പോഴും എക്കണോമിക് ആയിരിക്കും. അതേപോലെ തന്നെ ഇറ്റ് വിൽ ബി സർവീസബിൾ. ഓക്കെ, അപ്പം അങ്ങനെ 2 ലിമിറ്റ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഈ ലിമിറ്റിന് അതാണ് അക്സെപ്റ്റബിൾ ലിമിറ്റ്. അപ്പോൾ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞു പോകരുത്, കഴിഞ്ഞു പോയി ദാറ്റ് വിൽ ബി ഫെയിലിയർ. ഓക്കെ, സോ അങ്ങനെ ഒരു 2 കൺസിഡർ ചെയ്തിട്ടുള്ള ഡിസൈനാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഡ്യൂറബിലിറ്റിക്ക് കണ്ടീഷനുണ്ട്, ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ട്, ക്രാക്കിംഗ്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും വിൻഡ് ലോഡോ ആക്സിഡൻ്റൽ ലോഡ്സോ ഒക്കെയുള്ള സ്റ്റെബിലിറ്റി. അപ്പോൾ ഇങ്ങനെ ഓരോ കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഈ ഓരോ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൽ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബിൽഡിങ് ഈ 2 ക്രൈറ്റീരിയയും, അതായത് സ്ട്രെങ്ത്തും ഓക്കെയാണ്, സർവീസബിലിറ്റി ഓക്കെയാണ്, ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് BIS കോഡ്, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് കോഡ്സിൽ നമുക്കറിയാം IS 456 ആണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അതർ കോഡ്സ് ആർ SP 16 ഉണ്ട് അതുപോലെ. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് കോഡ്സ് റിലേറ്റഡ് ടു ദിസ് RCC ഡിസൈൻ. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈനിൽ 2 വാല്യൂസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിസൈൻ വാല്യൂസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്കറിയാം നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു ഇപ്പോൾ സപ്പോസ് കോൺക്രീറ്റിൻ്റെ M20 കോൺക്രീറ്റ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്താ കുറച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. സോ വി ആർ ഗിവിങ് ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊടുത്തിട്ടാണ് സ്ട്രെങ്ത്. അതായത് ഇപ്പോൾ ശരിക്കും ഒരാൾക്ക് ഇത്രയും ഒരു സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ അയാൾ പറയുക അയ്യോ എനിക്ക് അത്രയും സ്ട്രെങ്ത് ഒന്നും ഇല്ല. അപ്പോൾ എന്താ, കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു സൈഡിൽ നിൽക്കാനായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഉള്ളതിനേക്കാളും കുറച്ച് സ്ട്രെങ്ത്തിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ബിക്കോസ് അതിൽ ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കൂടുതൽ ഇതിലാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ലോഡ് വരാൻ നേരത്ത് വാട്ട് ഹാപ്പൻസ്,
അതൊരു സേഫ് ആയിരിക്കത്തില്ല. ഓക്കെ, അതിലും കൂടുതൽ ലോഡ് വന്നു. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അതായത് 20 ആണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എങ്കിൽ നമ്മൾ അതിലും കുറച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു 10 Newton/mm², അതിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്? സോ ആ 10 വരുമ്പോഴത്തേക്ക് ഫെയിലിയർ ഉണ്ടാകും എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാം. പക്ഷേ ആക്ച്വലി എത്ര 20 ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, സേഫ് സൈഡിലായിരിക്കും. ഓക്കെ, so that is the design strength. So design strength is characteristic strength divided by partial safety factor. Okay, so the limit state should be based on the characteristic value for load അതുപോലെ തന്നെ മെറ്റീരിയലും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടിനും കൊടുക്കണം. അതായത് മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്തിന്, ഇപ്പോൾ സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് അതിനേക്കാളും കുറച്ച് വേണം നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ആയിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, അഗെയിൻ ലോഡിൻ്റെ കേസിലോ എപ്പോഴും നമ്മൾ ഒരു സ്ട്രക്ചറിലും അതിൽ ആക്ച്വലി വരുന്നതിനേക്കാളും ഒത്തിരി ലോഡ് വരും എന്ന രീതിയിൽ അസ്യൂം ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ശരിക്കും നമ്മളുടെ അടുത്തൊരു മെമ്പർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. അതിൽ നമ്മളിപ്പോൾ ഒരു 20 kN ലോഡ് എടുക്കാൻ പാകത്തിന് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ വി ആർ ടേക്കിംഗ് ഒരു മച്ച് ഹയർ വാല്യൂ. ഇനി 20 kN എങ്ങാനും ഒരു ലോഡ് കൂടിപ്പോയാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോഡ് കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്കും. ഓക്കെ, ഇത്രയും ചിലപ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലോഡ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഡിസൈൻ ലോഡ് എപ്പോഴും വിൽ ബി ഗ്രേറ്റർ ദാൻ ദി ആക്ച്വൽ ലോഡ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ലോഡ് എപ്പോഴും ആക്ച്വൽ ലോഡിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വേണം എടുക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളൊരു സേഫ്റ്റി ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വെറാസ് ഡിസൈൻ സ്ട്രെങ്ത് എപ്പോഴും ഒരു ലോവർ വാല്യൂ ആയിരിക്കണം. ഓക്കെ, ആക്ച്വൽ സ്ട്രെങ്ത്തിനേക്കാളും ലോവർ വാല്യൂ ആയിരിക്കണം. സോ വി ആർ ഡിവൈഡിങ് ഇറ്റ് വിത്ത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, സോ കോൺക്രീറ്റിനാണെങ്കിൽ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേഡ് തന്നെയാണ്. സ്റ്റീലിനാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ഈൽഡ് സ്ട്രെസ്. ഓക്കെ, അത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഗ്രേഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അത് പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോൾ കോൺക്രീറ്റിൻ്റെത് കിട്ടും. ഓക്കെ, മിനിമം ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. ഓക്കെ, അതേപോലെ ലോഡ്. സോ ദീസ് ആർ ദി ലോഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ്. അപ്പോൾ ഓരോ ലോഡിനും ഡിഫറെൻറ്റ് IS കോഡുണ്ട്. ഓക്കെ, സോ അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ ഫോർ ദി ഡിസൈൻ പേർപ്പസ്. ഇപ്പോൾ കറൻ്റ്ലി IS 456 ആണ് ആവശ്യം. അഗെയിൻ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഇപ്പോൾ ലോഡിന് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ലോഡിനും ഡിഫറെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. വേറാസ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ അങ്ങനെ ലോഡിനൊരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഒന്നും പറഞ്ഞൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുക്കുന്നില്ല. കാരണം എല്ലാ ലോഡും ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെഡ് ലോഡോ ലൈവ് ലോഡോ എന്തോ ആകട്ടെ എല്ലാം ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വേറാസ് ഇവിടെ നമ്മളിപ്പോൾ ഡെഡ് ലോഡിന് 1.5, വിൻ ലോഡിന് 1. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി ലോഡിൻ്റെ കൂടെ അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ലോഡ് ഒരു ഹയർ വാല്യൂ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽ സ്ട്രെങ്ത്. ഓക്കെ, മെറ്റീരിയൽ ഏതൊക്കെയാണ്? സ്റ്റീലും കോൺക്രീറ്റും. അപ്പോൾ നമുക്കറിയാം കോൺക്രീറ്റ് ഒരു ഫീൽഡിലാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത്. വേറെ സ്റ്റീൽ എന്ന് വെച്ചാൽ കൺട്രോൾഡ് കണ്ടീഷൻ, അതായത് ഒരു ഫാക്ടറി മെയ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ സ്റ്റീലിന് കുഴപ്പമില്ല. സ്റ്റീൽ ബിക്കോസ് കൺട്രോൾഡ് കണ്ടീഷൻ, ക്വാളിറ്റി കൺട്രോൾ, ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ ആയതുകൊണ്ട് സ്റ്റീലിന് നമ്മളെപ്പോഴും കോൺക്രീറ്റിനേക്കാളും ചെറിയൊരു വാല്യൂ കൊടുത്താൽ മതി, 1.15. പക്ഷേ കോൺക്രീറ്റ് അങ്ങനെയല്ല. കോൺക്രീറ്റിൻ്റെ ബിഹേവിയർ നമുക്ക് ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ, പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. അതുകൊണ്ട് കോൺക്രീറ്റിനൊരു ഹയർ സേഫ്റ്റി ഫാക്ടർ കൊടുക്കുക. ക്ലിയർ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിസൈൻ, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിസൈൻ വാല്യൂ ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഉണ്ട്. ഡിസൈൻ വാല്യൂ എന്ന് വെച്ചാൽ ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈൻ വാല്യൂവിൽ തന്നെ ഡിസൈൻ സ്ട്രെങ്ത് ഉണ്ട്, ഡിസൈൻ ലോഡ് ഉണ്ട്. അപ്പോൾ സ്ട്രെങ്ത് എപ്പോഴും ആക്ച്വൽ സ്ട്രെങ്ത്തിനേക്കാളും കുറവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഫോർ ദി ഡിസൈൻ. ആൻഡ് ഡിസൈൻ ലോഡ് എപ്പോഴും ആക്ച്വൽ ലോഡിനേക്കാളും കൂട്ടിയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫോർ ഡിസൈനിങ്. ഓക്കെ, അതിൻ്റെ സേഫ്റ്റി ഫാക്ടേഴ്സാണ് ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഓക്കെ, ജസ്റ്റ് ഇത് ലൊക്കേറ്റ് ചെയ്യുക എവിടെയാണ് IS കോഡിലെന്ന്. സോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഓക്കെ, മാർക്ക് ചെയ്യാനല്ല, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്. Again, explain the terms characteristic strength and characteristic load.
ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ അതിൽ അതായത് നമ്മുടെ കോഡിൽ പറയുന്ന വാല്യൂ ആണ്, ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് ആണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് വെച്ചാൽ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, അതൊക്കെ. ഓക്കെ, സോ ദീസ് ഓൾ ആർ ഗിവൺ ഇൻ IS കോഡ്. IS കോഡിൽ ഞാൻ പറഞ്ഞ ക്ലോസസ് ഒന്ന് നോക്കിപ്പോരുക. So thank you all for listening.